ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് 2 ദിവസത്തെ തകൃതായിട്ടുള്ള മഴയ്ക്ക് ശേഷം ഒരു വെയിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഗാർഡനിങ് പരിപാടികൾ ചെയ്യാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പോട്ട് പോലെ ഒരു ഇതുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചൊക്കെ വളർന്നു വന്നിട്ടുണ്ട്, ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സക്സസ് ആയപ്പോൾ ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഈ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു DIY കേട്ടോ. എല്ലാ സമയത്തൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ കൊണ്ടെടുക്കാൻ കഴിയണം, വെള്ളമൊക്കെ നനച്ച് അല്ലാത്ത സമയത്ത്. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മോസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാറൻ്റെ പുറത്തൊക്കെ ഉണ്ടാവും നമുക്കിങ്ങനെ മോസ് കിട്ടും. അപ്പോൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ വേഗം കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കുഞ്ഞതായിട്ടാട്ടോ കിട്ടിയത്. ചിലപ്പോൾ വലുതായിട്ട് കിട്ടണ പോലെ ഉണ്ട്, കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വലുതായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളിവിടെ മോസസ് എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരു നനവുള്ളൊരു മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നിനി ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഈ പ്ലാന്റിലാണ് ചെയ്യണത്. വേറെ പ്ലാന്റ്സൊക്കെ എടുക്കാം, പക്ഷേ എൻ്റെ അടുത്ത് ഈ ഒരു പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെടുത്തതാട്ടോ. അല്ലാത്ത പ്ലാന്റ്സ് നമുക്ക് ചെയ്യും. 10 മണി മുല്ല അങ്ങനത്തെ ഒന്നും പറ്റില്ല. ചെറിയത് ഇങ്ങനെ പൊന്തായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന എല്ലാ ചെടികളും നമുക്കിങ്ങനെ ചെയ്യാം, ഇങ്ങനത്തെ ചെടികൾ കേട്ടോ. അപ്പോൾ നല്ല മണ്ണുകൾ നല്ല ഉരുട്ടി അതിൻ്റെ വേരിൻ്റെ അടിയിൽ വേര് കാണാത്ത വിധത്തിൽ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് നല്ല ഉരുട്ടിയൊരു ബോൾ രൂപത്തിലാക്കിയെടുക്കണം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. കുറഞ്ഞ നനവുള്ള മണ്ണാണെങ്കിൽ നമുക്കിത് ഈ ഒരു പ്രോസസ്സ് വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നമ്മൾ ഒരു ഉരുളയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് മോസസ് വെച്ച് പിടിപ്പിക്കണം. അതിന് ഒരു നനഞ്ഞ് നമ്മളെ കൈ നല്ല കഴുകിയതിന് ശേഷം ഒരു നനഞ്ഞൊരു നനവ് വെച്ചിട്ട് തന്നെ ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ അതിൻ്റെ പുറം ഭാഗം ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മോസ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒട്ടി പിടിക്കും കേട്ടോ. കുറച്ചും കൂടെ വലുതാണെങ്കിൽ നല്ല സുഖമായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ചെറിയ പീസസാളാണ് കിട്ടിയത്. അപ്പോൾ അതാണ് അങ്ങനെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇങ്ങനെ അടർന്ന് പോരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് കഴിയും. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇത്. അങ്ങനെ നമുക്ക് എന്തൊരു വൈബാണത്. ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് നമ്മളെ ഗാർഡനിൽ ഉണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ കാണുന്ന രസമല്ലേ. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ എൻ്റെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മോസൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോസ് ഏകദേശം വെച്ച്, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നൂല് വെച്ചിട്ട് ഇത് ഏകദേശം ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീന് അങ്ങനത്തെ ഒരു കളറുള്ള, വൈറ്റൊന്നും എടുക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഏതെങ്കിലും കളറുള്ള നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്താൽ മതി. ജസ്റ്റ് അവിടെയും ഇവിടെയും വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ഞാനിത് തൂക്കിയിടണമൊന്നുമില്ല. തൂക്കിയിടാണെങ്കിൽ നമ്മളൊന്ന് കെട്ടി കൊടുക്കണം നല്ലത്, ഓരോ പീസ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇതിൽ ഇതൊക്കെ ഡാമേജ് ആയിരുന്നു ഞാൻ പിടിച്ചപ്പോൾ. ഇതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ വന്നാണ്. അപ്പോൾ അതേപോലെ ഇനി ഇതുമാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ മോസ് പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. കുറഞ്ഞിങ്ങനെ ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഒരു കാണുമ്പോഴൊക്കെ നമ്മൾ ചെയ്തതാന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പിന്നെ നമുക്കൊരു വെറൈറ്റി അല്ലേ, ഇങ്ങനെ പോട്ടിലൊക്കെ വെക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഇതിൽ വെക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് നമ്മൾ കമൻറ്റിൽ വിവരം അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.